അതെ. നമ്മൾ ആ പറഞ്ഞ പോലെ പോയിട്ടുണ്ടായിരുന്നത് പെറ്റ് ഷോയ്ക്കാണ് കേട്ടോ. നമ്മുടെ കോട്ടയം നാഗമ്പടത്ത് നടന്ന പെറ്റ് ഷോ കാണാനാണ് കേട്ടോ നമ്മളന്ന് പോയിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്ക് അവധിയായപ്പോഴത്തേക്ക് കുറേ പറയും നമുക്ക് എവിടെയെങ്കിലും പോകാൻ പോലും ചേച്ചി വരുമ്പോഴത്തേക്കെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പെറ്റ് ഷോ കാണാൻ വേണ്ടി നമ്മുടെ കോട്ടയം നാഗമ്പടത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു കേട്ടോ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയപ്പോൾ തന്നെ കുറേ കിളികളായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഇതേപോലത്തെ ഒരു കോക്കറ്റെയിൽ. സോ നമുക്ക് ഈ ബേർഡ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെറ്റ്സിനെയും വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നമ്മുടെ വീട്ടിൽ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ടേ എന്തെങ്കിലുമൊക്കെ പെറ്റ് ഉണ്ടാവും കേട്ടോ വീട്ടിൽ. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതാ കുറേ മൊയിലച്ചന്മാരുണ്ടായിരുന്നു, കുറേ പ്രാവുണ്ടായിരുന്നു, പിന്നെ ഇതാ നമ്മുടെ പൈത്തൺ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിനൊക്കെ എടുത്തു. ആസ് എ സോളജി സ്റ്റുഡൻറ്റ് ഇതൊക്കെ എനിക്ക് എളുപ്പമാണെങ്കിലും നല്ല പേടിയുണ്ടായിരുന്നു ഗൈസ്. ജീവനുള്ള സാധനത്തിനെ കയ്യിലോട്ട് കിട്ടിയപ്പോഴത്തേക്കുണ്ടല്ലോ പേടിച്ചു പോയി. പിന്നെ ആമക്കുട്ടനുണ്ടായിരുന്നു. പിന്നെ ഒരു ഓപ്പൺ ഏവിയറി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് കുറേ കിളികളെയൊക്കെ അയച്ചു വിട്ടേക്കുന്നു. പക്ഷെ അതൊന്നും പിള്ളേർക്ക് ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. പക്ഷെ അത്രയ്ക്ക് വലിയ സെറ്റപ്പിലായിരുന്നെങ്കിലും കൊള്ളാം, എല്ലാം നൈസായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിള്ളേരെ പിടിക്കാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മൂന് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അവൾക്ക് ഇങ്ങനെ മാല വള അങ്ങനത്തെ സാധനത്തിലൊക്കെയാണ്. അതൊക്കെ ഞങ്ങൾ കാണിക്കാതെ ഇവിടം വരെ കൊണ്ടുവന്ന് അങ്ങനെ പാനിപൂരിയൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളിവിടെ നിന്ന് പാനിപൂരിയൊക്കെ കഴിച്ചു. പിന്നെ കുറേ ഗെയിമിങ് ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമുക്കൊരു ഒരു എന്താ ഒരു പാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ നമ്മുടെ അരയന്നങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതേ അടുത്ത സംഭവം. അപ്പോൾ അമ്പൂന് ഇവത്തിൽ കയറണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവത്തിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ആദ്യം ട്രിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നെ പുള്ളിക്കാരി അതിൽ പ്രോ ആയി കേട്ടോ. അതുവഴി ഓടി കറങ്ങി തിരിഞ്ഞൊക്കെ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഫെസ്റ്റും കഴിഞ്ഞു, പെറ്റ് ഷോയും കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്.